നമസ്കാരം. ഇറാൻ US സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സമാധാന ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ചതായി ഒമാൻ. ഇത് സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഒമാൻ വിദേശകാര്യമന്ത്രി ആശയവിനിമയം നടത്തി. മധ്യസ്ഥ ചർച്ചകൾക്ക് ഒമാൻ നേതൃത്വം നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനിലെ പുതിയ നേതൃത്വവുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. ചർച്ച വേണമെന്ന് ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഇത് നേരത്തെ ചെയ്യണമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാനിലെ 48 ഉന്നത നേതാക്കളെ വധിച്ചതായി ട്രംപ് അറിയിച്ചു. ഇറാന്റെ മിസൈൽ ശേഖരവും തകർത്തതായി ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവർ ഒരൊറ്റ നീക്കത്തിലൂടെ ഇല്ലാതായെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ അതിരൂക്ഷമായ ഈ സംഘർഷത്തിനിടയിലും സമാധാനത്തിന്റെ സൂചനകളും ട്രംപ് പുറത്തുവിട്ടു. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത്. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചെന്നും ഇതിന് പിന്നാലെ താനും ചർച്ചകൾക്ക് സന്നദ്ധനാണെന്ന് അറിയിച്ചതായും US പ്രസിഡന്റ് വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇതോടെ വലിയ യുദ്ധഭീതിക്ക് നയതന്ത്രപരമായ അന്ത്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ഇറാന് നേരെയുള്ള ഇസ്രായേൽ US ആക്രമണം പ്രതീക്ഷിച്ചതിനേക്കാൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതോടെ സമാധാന ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കി ട്രംപ് രംഗത്ത് വരികയായിരുന്നു. ഇറാനിലെ പുതിയ നേതൃത്വം തന്റെ ഭരണകൂടവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് താനും ഒരുക്കമാണെന്നും ട്രംപ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാനും സംസാരിക്കാൻ സമ്മതിച്ചു, അതിനാൽ ഞാൻ അവരുമായി സംസാരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞതായി ദി അറ്റ്ലാന്റിക് മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ചർച്ച എപ്പോൾ നടക്കുമെന്ന് വ്യക്തമല്ല. അതിനിടെ ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ആക്രമണം രൂക്ഷമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. സഹോദരങ്ങളെല്ലാം ആക്രമിക്കുന്നത് അമേരിക്കയാണെന്ന് പറഞ്ഞ അബ്ബാസ് അരാഗ്ചി അമേരിക്ക നടത്തിയ ആക്രമണങ്ങളോടുള്ള പ്രതികാരമാണ് ഇറാൻ നടത്തുന്നതെന്നും വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യം ആക്രമിക്കുകയാണ്, നമുക്ക് സ്വയം പ്രതിരോധിക്കാതെ മറ്റു മാർഗമില്ല. ഇത് അമേരിക്കയും ഇസ്രായേലും അടിച്ചേൽപ്പിക്കുന്ന യുദ്ധമാണ്. യുദ്ധം നിർത്താൻ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തരുത്. യുദ്ധം നിർത്താൻ സമ്മർദ്ദം ചെലുത്തേണ്ടത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേലാണെന്നും അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. ഇറാൻ ആക്രമണങ്ങളെ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ലെന്നും യുദ്ധത്തിൽ നിന്ന് ഒരു നേട്ടവും ലഭിക്കില്ലെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഉദ്ദേശമില്ലെന്നും പരമോന്നത നേതാവിനെ ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെതിരെ US ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചും അനുകൂലിച്ചും ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. ആക്രമണത്തെ ഇറാന്റെ സഖ്യകക്ഷി കൂടിയായ റഷ്യ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഐക്യരാഷ്ട്രസഭ അംഗമായ പരമാധികാര സ്വതന്ത്ര രാജ്യത്തിനെതിരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകോപനമില്ലാത്ത സായുധ ആക്രമണമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ആണവ പദ്ധതിയിൽ ആശങ്കയുണ്ടെന്ന് വാദിച്ച് ഇറാനിലെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് US ഇസ്രായേലുമെന്ന് മന്ത്രാലയം തുറന്നടിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് കൊലപാതകമെന്നും അദ്ദേഹം വിമർശിച്ചു. ആക്രമണത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച ചൈന സൈനിക നടപടി അടിയന്തരമായി അവസാനിപ്പിച്ച് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇറാന്റെ പരമാധികാരവും സുരക്ഷയും അഖണ്ഡതയും മാനിക്കണമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. അതേസമയം US-മായി വ്യാപാര തർക്കങ്ങളടക്കം നിലനിൽക്കെ ആക്രമണത്തെ പിന്തുണച്ച് കാനഡ രംഗത്ത് വന്നു. പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെയും ഭീകരതയുടെയും പ്രധാന ഉറവിടം ഇറാനാണെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ആരോപിച്ചു. ആക്രമണത്തെ അപലപിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും തിരിച്ചടിയിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. യുദ്ധത്തിൽ തങ്ങൾക്ക് പങ്കില്ല, ഇറാനുമായി ചർച്ച പുനരാരംഭിക്കണം. ചർച്ചയിലൂടെ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനെയാണ് തങ്ങൾ അനുകൂലിക്കുന്നത്. ഭാവി തീരുമാനിക്കാനുള്ള അവകാശം ഇറാൻ ജനതയ്ക്ക് വിട്ടു നൽകണമെന്നും ഇരുവരും നിർദ്ദേശിച്ചു. അതേസമയം ഇറാന്റെ പ്രത്യാക്രമണത്തെ ഞായറാഴ്ച ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ജോൺ ഹീലി രൂക്ഷമായി വിമർശിച്ചു. ഇറാൻ വിവേചനരഹിതമായി വ്യാപക ആക്രമണമാണ് നടത്തുന്നത്. ആയത്തുള്ള ഖമേനി നടത്തി വന്നത് ഒരു ഭരണകൂടമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പതിറ്റാണ്ടുകളായി സ്വന്തം പൗരന്മാരെ കൊന്നൊടുക്കുകയും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത തിന്മയുടെ ഉറവിടമാണെന്നും ഹീലി ആരോപിച്ചു. അതിനിടെ സമാധാനത്തിനായി വാദിക്കുകയും സ്ഥിരതയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ഇറാന്റെ ആക്രമണമെന്ന് 22 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അറബ് ലീഗ് വിമർശിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണങ്ങളെ മൊറോക്കോയും ജോർദാനും സിറിയയും UAEയും അപലപിച്ചു. ഇറാന്റെ വഞ്ചനാപരമായ ആക്രമണം പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് സൗദി അറേബ്യ തുറന്നടിച്ചു. US ആക്രമണത്തെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ച ന്യൂസിലൻഡ് ഇറാന്റെ ഭീഷണി അവസാനിപ്പിക്കാൻ ആക്രമണത്തിന് കഴിയുമെന്നും വ്യക്തമാക്കി.